വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കരുണയുടെ ആത്മീയതയെക്കുറിച്ചാണ്. യേശു പറയുന്നു, ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു എന്ന്. നമുക്കറിയാം, ഇന്നത്തെ ആധുനിക ലോകം പലപ്പോഴും വ്യക്തികേന്ദ്രീകൃതമാണ്. എന്നാൽ യേശു മറ്റൊരാളുടെ വിശപ്പും ദാഹവും തൻ്റെയും കൂടെ പ്രശ്നമാണെന്ന് തിരിച്ചറിയുന്നു. ശിഷ്യന്മാർ വിഭവങ്ങളുടെ കുറവിനെക്കുറിച്ച് വ്യാകുലപ്പെടുമ്പോൾ യേശു ചോദിച്ചത് നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട് എന്നാണ്. നമ്മുടെ പക്കൽ ഉള്ളത് എത്ര ചെറുതാണെങ്കിലും അത് ദൈവകരങ്ങളിൽ നൽകുമ്പോൾ അത്ഭുതമായി മാറുന്നു. ഇല്ല എന്ന് പരാതി പറയുന്നതിന് പകരം ഉള്ളതിനോടെ നന്ദിയോടെ കാണുക എന്നതാണ്. ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാകുന്നത് പങ്കുവയ്ക്കുമ്പോഴാണ്. യേശു അപ്പം വാഴ്ത്തി മുറിച്ചു നൽകാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. അപ്പം മുറിക്കപ്പെടുമ്പോഴാണ് അത് വർദ്ധിക്കുന്നത്. ഈ ഉപഭോഗ സംസ്കാരം കൂട്ടുവെക്കാൻ പഠിപ്പിക്കുമ്പോൾ ക്രിസ്തീയ ആത്മീയത നമ്മെ പങ്കുവെക്കാൻ പഠിപ്പിക്കുന്നു. നാം മറ്റുള്ളവർക്കായി മുറിച്ചു നൽകുമ്പോൾ അവിടെ അനുഗ്രഹങ്ങളുടെ നിറവ് ഉണ്ടാകുന്നു. ഭക്ഷണം കഴിച്ചതിന് ശേഷം ബാക്കി വന്നത് 7 കുട്ട നിറയെ അവർ ശേഖരിച്ചു. വിഭവങ്ങൾ അമിതമായി ദുരുപയോഗം ചെയ്യുന്ന ആധുനിക ലോകത്തിന് ഇതൊരു വലിയ സന്ദേശമാണ്. പ്രകൃതിയിലെ വിഭവങ്ങളെ ആദരിക്കുവാനും പാഴാക്കാതിരിക്കാനുള്ള ഉത്തരവാദിത്വം വിശ്വാസിയുടെ കടമയാണ്. കരുണയുടെ ആത്മീയത നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ആകാശത്തിലേക്ക് നോക്കി നിൽക്കുകയല്ല, മറിച്ച് ഭൂമിയിലെ മനുഷ്യൻ്റെ വിശപ്പറിയുകയും നമ്മുടെ കൈവശമുള്ള തുച്ഛമായ വിഭവങ്ങൾ ദൈവനാമത്തിൽ സ്നേഹത്തോടെ പങ്കുവെക്കുകയും ചെയ്യുക എന്നതാണ്.